ഡിസ്കോർഡ് റിയാക്ഷൻ്റെ വേൾഡിലേക്ക് തിരിച്ചു പോവാം. ഓ റൈറ്റ് then. അല്ല ഇതെന്തേ എടാ മമ്മു, എടാ പഴയ മമ്മു. എടാ മമ്മൂനിപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കേട്ടാ. എടാ മമ്മു ട്രോൾസിലല്ലേ നിന്റെ ഇത് വരാൻ തുടങ്ങി. എടാ ഇപ്പൊ പുറത്തിറങ്ങുമില്ലേ, പറഞ്ഞു കൊടുക്ക്. പുറത്തിറങ്ങുമ്പോൾ ഇപ്പത്തെ പറഞ്ഞു കൊടുക്ക്. ഫുള്ള് ചാട കൂടി അങ്ങായിക്ക്. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുമ്പോ പെമ്പിള്ളറിൽ ഇവന് അറ്റാക്കുന്നു പുറത്ത്. നമ്മള് വണ്ടി കാറിൽ പോകുമ്പോ ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്, പക്ഷെ അന്നെ മൈൻഡ് ആക്കുന്നില്ല. ഇവൻക്കാണ് ഇപ്പൊ ടാറ്റ കൊടുക്കുന്നത്. ഇപ്പൊ സാധാരണ പണ്ട് സെൽഫി എടുക്കുമ്പോ അന്റെ അടുത്ത് മാത്രം വന്ന് സെൽഫി എടുക്കുക, അല്ലെങ്കിൽ അച്ഛനുണ്ടെ അച്ഛനും വന്ന് സെൽഫി എടുക്കും. ഇപ്പൊ മമ്മൂനെ വിളിക്കുന്നതാ സെൽഫി എടുക്കാൻ. അയ്യേ ഇതെന്തൊരു മോന്തയാണിത്, ഇത് ഉണ്ടപ്പുട്ട ഇത്. ഓക്കെ നമ്പർ ലീക്കായോ? എടാ എനിക്ക് ഇനി നമ്പർ മാറ്റാൻ കഴിയില്ല. ലീക്കായ പോട്ടെ, ലീക്കാകട്ടെ. വേറെ എന്ത് പറയാനാ, ഞാൻ എന്നെ ഉപയോഗിച്ചോളാം, കുഴപ്പമില്ല. ഫോണ് സ്വിച്ച് ഓഫ് ആക്കി ഇടാം. വേറെ എന്ത് ചെയ്യാനാ, ഞാൻ എത്ര പ്രാവശ്യം ചേച്ചിനാ നമ്പർ മാറ്റേണ്ടത്? വെറൂ ലീക്കാകല്. മനുഷ്യനൊരു മടുപ്പടിക്കൂല ഇത്. ആലാക്കിന്റെ കിക്ക് മമ്മൂനെ കിക്ക് ചെയ്തു. മമ്മൂന ഹലോ ലൈവാ സുഖാണോ? നട ലൈവിലാടാ വിളിച്ചിട്ട് സുഖാണോന്ന് ചോദിക്കുന്നത്. ആടാ ഹാപ്പിയാടാ. താങ്ക് യു. ആ ഫുഡെല്ലാം കഴിച്ചു. പോയിട്ടോ ലൈവ് കഴിഞ്ഞിട്ട് വിളിക്കാ. ഓക്കെ. അടിതെന്താ ഒന്ന് ഈ ലോകത്തൊന്നും നടന്നിട്ടില്ല. ഞാൻ ഈ കഴിഞ്ഞ 5 ദിവസം ലൈവ് ഇല്ലാണ്ട് പോയിട്ട് ഈ ലോകത്തൊന്നും പുതിയതായിട്ടൊന്നും നടന്നിട്ടില്ലേ? എന്താ സംഭവം? കാര്യങ്ങൾ പറ, എന്തെല്ലാം നടക്കുന്നത്? എനിക്ക് തോന്നുന്നു മൊത്തം കാലിയാന്ന് തോന്നില്ല ഈ ലോകം. ഇപ്പം ഈ ലോകം ഇങ്ങനെ പോയെന്ന് തോന്നില്ല. കാലി പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നൊന്നുമില്ലാന്ന് തോന്നില്ലേ? അല്ലേ? ഓക്കെ, നമുക്ക് റിയാക്ട് ചെയ്യാം. ഡിസ്കോർഡ് റിയാക്ട് ചെയ്യാം. ജീവിച്ചു കാണിക്കുന്നു ക്രോസ്, കാണിച്ചു ജീവിക്കുന്നു ടിക്ക്. അതിനെന്താണ് പറയാനുള്ളത്? എന്താ ഞാൻ പറയാ, കാണിച്ച് ജീവിക്കുന്നത് കാണാൻ ആളുണ്ടായിട്ടില്ലേ? ആരും കാണാനില്ല, എനിക്ക് ആരും സപ്പോർട്ട്. ഇവളതല്ല ആരാ കാണുന്നത്? ഇതാരാള്? അവിടെ ഇപ്പൊ ഈ നാട്ടില് ഇങ്ങനത്തെ പരിപാടി എത്തിയല്ലേ? ഈ ഓൺലി ഫാൻസ്. ഓൺലി ഫാൻസ് എല്ലാം ഇതായിക്കളയോ? ഇവിടെ ബിസിനസ് ആയിക്കളയോ ഓൺലി ഫാൻസ് എല്ലാം? അടി ഇങ്ങനെ കുറെ തള്ളമാര് ഇറങ്ങൂടാ. ഇത് ഇവര് അവിടെ നിങ്ങൊന്ന് ആലോചിച്ച് നോക്കിയ, ഞാൻ ലൈവിൽ ഇരുന്ന തെറി വിളിക്കുന്നു ഇതെല്ലാം ഒരു സീന്. അപ്പൊ ഇത് ശരിക്കും ബാൻ ചെയ്യേണ്ടത് ഇങ്ങനത്തെ ആൾക്കാരല്ലേ? നിങ്ങൊന്ന് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയ. ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് ഇരുന്ന് തെറി വിളിക്കുന്നു, ഇപ്പുറത്ത് ഒരാളെ എല്ലാം കാണിച്ച് ജീവിക്കുന്നു. ഇത് രണ്ടിലും കുട്ടികൾ വടക്കാകാനുള്ള സാധ്യത ഏതിലാ കൂടുതൽ? അല്ല, ഒന്ന് ആലോചിച്ച് നോക്ക്. എടാ ആദ്യം ബാൻ ചെയ്ത അല്ലേ? അങ്ങനല്ലേ? എടാ ഇതിൽ ഞാൻ പറയുന്നതിൽ കാര്യമില്ല. ഇതൊന്ന് ആലോചിച്ച് നോക്കിയ. സപ്പോർട്ട് തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കൂടെ? ഇല്ല. ആരും സപ്പോർട്ട്, ആരും കാണാനില്ല, എനിക്ക് ആരും സപ്പോർട്ട് തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കൂടെ? ഇല്ല. ആന്റെ വീട്ടിലിരിക്കല്ലേ ഉള്ളൂ. ഇതിനെല്ലാം ആരാടാ കാണുന്ന? എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനും അങ്ങനെ ഒരു വിഭാഗം ഉണ്ടല്ലേ? ഇന്നത്തെ കണ്ടിരിക്കടാ, അറ്റ്ലീസ്റ്റ് എന്തൊക്കെ കാണാൻ പാടാ. ഒരു എന്താ ഇത്? ഓക്കെ, അപ്പൊ കാണാൻ ആളുണ്ടെങ്കിൽ കാണിക്കും തീർച്ചയായിട്ടും, ഉറപ്പായും. ഓക്കെ. എന്റെ ഫാൻസ് ഒരു കട്ട വെയിറ്റിംഗില്ല. എന്റെ ഫാൻസ് അറിഞ്ഞാണ്ടല്ലോ മറ്റേ ഡയലോഗില്, എന്റെ അച്ഛൻ ഇത് അറിഞ്ഞാണ്ടല്ലോ. ചേച്ചി പെണ്ണി തന്നെ. ചേച്ചിക്ക് ആകെ ഉള്ള കഴിവ് കാണിക്കലാണ്. അവൻ കാണിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. പെണ്ണിയാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല ചേച്ചി. കാണിക്കണുണ്ടോന്ന് ചോദിച്ചിട്ട് കളവൻ വന്നിട്ട് പോയാ അങ്ങോട്ട്. ഇല്ല, ഇത് അനക്ക് തോന്നുക ഇയാളെല്ലാം ഉള്ളതുകൊണ്ടാണ് ഇവരെല്ലാം ജീവിച്ചു പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇതാണ് ഓഡിയൻസ് അല്ലെ? ഇതാണ് ഓഡിയൻസ്. ഈ കളവൻ ഓഡിയൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പുലിക്കളിയാ? അച്ഛാ മുണ്ടായിരുന്നു. പോയാപ്പുറത്ത് അപ്പുറത്ത്. ആ ശരി പോ. അച്ഛൻ പോയത് നന്നായി. ഇതൊന്നും കാണുന്നില്ല.
വിളിക്കൂലടാ, ആരും വിളിക്കൂല നിന്നെ. ഇത് ശരിക്കും റിയലാ, ഇത് ശരിക്കും റിയലാ. ഇവ സീരിയസ് ആയിട്ട് പാടുന്നതാ. ഇതെന്താ സംഭവം? റിയാസ് ഡൊനേറ്റ് രൂപ ത്രൂ ഗൂഗിൾ പേ. വെട്ടികൾക്കാണ് ഇപ്പോൾ ഇഫ് യു നോ യു നോ. കാര്യം എത്ര സത്യാ നോക്കി. അച്ഛൻ പോയ നന്നായി, ഇതൊന്നും കാണണ്ടല്ലോ. കാര്യം ഇതെന്ത് ഇവന്റെ സ്വന്തം വീട്ടിൽ കല്യാണം ഉണ്ടായിട്ട് വരെ ഇവനെ വിളിച്ചിട്ടില്ല, വിളിക്കൂല. കാരണം ഇവ അവിടെ പോയിട്ട് ഇത് പാടും, കല്യാണം മുടങ്ങും, ഉറപ്പാണ്. ഒന്ന് ഞാൻ സ്പീക്കർ മാറ്റി ഹെഡ്സെറ്റിലേക്ക് ആക്കാം, അല്ലെങ്കിൽ അപ്പുറത്ത് നല്ല ആള് ഇറങ്ങി വരും, അനക്കടികൊള്ളൂ. ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഹെഡ്സെറ്റിൽ കേൾക്കുന്നതാണ് നല്ലത്. മറ്റകത്താരോ എനിപ്പറക്കുന്ന അമ്പലപ്രാവുകളോ ഇന്നലെ തലന്റെ ഉള്ളിലേക്കാ കയറുന്നതല്ലോ. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മണ്ണൂരിയില്ലേ, കാറ്റൻ മണ്ണൂരിയില്ലേ, ൂരിക്കാവിന്റെ മുറ്റത്തെ മുല്ല പോലെ കുഞ്ഞില്ലേ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ എന്തുകൊണ്ടാ ലൈവ് ചെയ്യാത്തത്. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലോ. വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഞാൻ കാണേണ്ടി വരും. ഇങ്ങനത്തെ എല്ലാം കണ്ടിട്ട് എന്റെ ദിവസം ഞാൻ കളയേണ്ടി വരും. ഇതാണ് ഞാൻ ലൈവ് ചെയ്യാത്തുള്ള മെയിൻ. അടി ഇവനിപ്പം ഈ പരിപാടി ഇവൻ ചെയ്യുന്നുണ്ട്. ഇവന്റെ പാട്ടൊന്നും ഇപ്പൊ കേൾക്കുന്നില്ലല്ലോ. സഫാൻ ഇപ്പൊ പാട്ട് പാടല്ലടാ. സഫാൻ ഇപ്പൊ കാണുന്നില്ലല്ലോ. ചങ്ങായി ഉണ്ടാ, ജീവിച്ചിരിപ്പുണ്ടാ? സംഭവം നാളൊന്നും കാണാത്ത അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ മാലാക നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ നെഞ്ചത്ത് വെറ്റില ചെല്ലവുലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളൊരാ ചേലക്കും വെറ്റില ചെല്ലത്തിനും ഭൂമിയപ്പാടെ മുടും അത്രയും വെറ്റില ഇട്ടു വെക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് വളരാതെ ചിരിയോടെ കളിയാടി എടാ മംഗലം കഴിക്കുന്നുണ്ട്. ഇവളെ പോലത്തെ പെമ്പിള്ളറെ മംഗലം കഴിക്കണം. കാര്യം പറയാലോ, എല്ലാ ദിവസവും നല്ല സുഖമായിട്ട് കടന്നു ഉറങ്ങാം. അല്ല ഏത് ഫീലാടാ അത്? പേരെന്താ? അടി ഇങ്ങനെയുള്ള ഞാൻ കാര്യം പറയില്ല. ഇങ്ങനത്തെ ക്ലിപ്സ് ഇടുമ്പോണ്ടല്ലോ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതിന് ഒന്നിച്ച് ഇവരെ പേര് അറ്റാച്ച് ചെയ്യണം പ്ലീസ്. ഇനി മുതൽ ഇവിടെ ഡിസ്കോഡിൽ ക്ലിപ്സ് ഇടുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇടുമ്പോൾ ദയവ് ചെയ്ത് പേരൊന്നിച്ച് എഴുതുക. കിനാവിലെ മാളിക പണിയണ മാറ്റത് തീർക്കണ കാറ്റിവനാണേ. സയാറയിലാണവനേറിയ നേരവും പാഞ്ഞു മറഞ്ഞ് പറഞ്ഞേ. റഫാഹി ഇത് നമ്മളടുത്ത പള്ളിയിലെ മുക്രിയല്ലേ ഇത്? ചൂടി നടക്കണ ചൂരതിലേറിയ സുവർക്കവനാണേ. റഹാബിന് വേണ്ടി നടക്കണ കിസയത് പോലൊരു പക്ഷെ നല്ല ആണല്ലേ. ട്രോൾ ചെയ്യണ്ട. ഓക്കെ ചങ്ങായി, അറ്റ്ലീസ്റ്റ് എടാ പുയിപ്പടിച്ച് നടക്കുന്ന ഈ ലോകത്ത് ഇങ്ങനെങ്കിലും ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോടാ.
വൈബുള്ള ആൾക്കാരും ഉണ്ടല്ലോടാ, മനസ്സിലാവും. ദിനാറി മുക്കറി ഡബ്ല്യു മുക്കറിടാ, ഡബ്ല്യു മുക്കറി ഇത് നമുക്കറിയുന്നതാണ്, നമുക്കറിയുന്നതാണ്. നമ്മളടുത്ത പള്ളിയിലെ മുക്കറിയാണ് ഡബ്ല്യു മുക്കറി. ഒരു പാട്ടവനാണ്. ദിനാറിന്റെ വായിൽ കിടന്നാണ് തൂക്കം, മസറാട്ടി കൂട്ടിൽ ഇരുന്നാണ് പോക്കും, തിളങ്ങുന്ന നോട്ടിൽ കടം കൊണ്ട കാട്ടൽ കടിഞ്ഞാണ് പൂട്ടി നറുക്കിട്ട് കൂട്ടി. പിറന്നു പാതിരകൾ തിരഞ്ഞു താരകങ്ങൾ നിറഞ്ഞ നാൾ വഴിയിൽ അലഞ്ഞു നുരിഞ്ഞു കടഞ്ഞൊരിഞ്ഞു മറിഞ്ഞു പല പകലും ഇരവും അതിൽ അടിച്ചു തടിച്ചു പിടിച്ചൊടിച്ചേ. പിറന്നു പാതിരകൾ തിരഞ്ഞു താരകങ്ങൾ നിറഞ്ഞ നാൾ വഴിയിൽ അലഞ്ഞു നുരിഞ്ഞു കടഞ്ഞൊരിഞ്ഞു മറിഞ്ഞു പല പകലും ഇരവും അതിൽ സംഭവം നമ്മളെ സലാം ബാക്കവിയാണിത്. നേരെ ഇശാ നിസ്കാരം കഴിഞ്ഞ് നേരെ സ്റ്റുഡിയോയിലേക്ക് കയറി മൈക്കെല്ലാം ഓണാക്കി ലൈറ്റെല്ലാം ഇട്ട് ചങ്ങായി നേരെ റെക്കോർഡ് ഓണാക്കി പാടാൻ തുടങ്ങിയത്. പക്ഷെ നല്ല ആണല്ലേ, കുഴപ്പമില്ലല്ലേ. കളിയാക്കണ്ട. ഡബ്ല്യു മുക്കറി ഇതിനൊരു ആർട്ട് മറ്റേതിന് ആർട്ട് കൊടുത്തില്ല, ഇതിനും ആർട്ട്. ഞാൻ കണ്ടു ഇവ അത് അങ്ങനെ തന്നെ പോയിട്ട് റീൽസ് ഇട്ടടാ. ഇവൻ കാര്യം പറയല്ലേ, ഇത് ഞാൻ പറഞ്ഞട്ടെ. ഒരുത്തൻ നമ്മൾ തിയേറ്ററിൽ പോയതാണ്, ARM കാണാൻ പോയപ്പം ഒരുത്തം നേരെ വന്നിട്ട് എന്റെ തൊപ്പി എന്റെ തലേന്ന് എടുത്ത് ഊരി. അതായത് ബാക്കിൽ നിന്ന് പെട്ടെന്ന് നനച്ച് തൊപ്പി എന്റെ, ഞാൻ ഒരു ഹുഡി ഇട്ടിട്ടുണ്ടേ, ഞാൻ മറ്റേ ഷർട്ടിന്റെ വെച്ച് ഈ സാധനമുള്ളില്ലേ അത് ഇട്ടിട്ടുണ്ടേ. നേരെ ബാക്കിൽ നിന്ന് വെച്ചാൽ പിടിച്ച് വലിച്ച് ഊരി. അച്ഛനെ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഇങ്ങനെ ഇതാക്കി. അച്ഛനെ ഇഷ്ടപ്പെട്ടില്ല. അച്ഛൻ അപ്പം തന്നെ ചക്കന്റെ കോളറൊക്കെ പിടിച്ച്. അച്ഛൻ അങ്ങനെ ഈ ചങ്ങായി എന്ന് പറഞ്ഞാൽ ആടെ ഇങ്ങനെ മുണ്ടാണ്ടിരിക്കുന്ന നോക്കണ്ട കേട്ടോ, ഒരു ഭ്രാന്തനാണ്, പെട്ടെന്ന് ചൂടാവും. ഇയാളുടെ ഞാൻ 1000 വട്ടം പറഞ്ഞു ഈ ദേഷ്യം കുറക്ക്. എന്തോ നമ്മൊന്നും പിടിച്ച് തിന്നാന്ന് പറഞ്ഞില്ലല്ലോ. പിന്നെ ചെറിയ പിള്ളേരാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പോയിക്കോന്ന് പറഞ്ഞു. പക്ഷെ അച്ഛൻ വിടുന്നില്ല. അച്ഛൻ ശരിയായ അവിടെ ഇതാക്കിയ നടാം, മനസ്സിലാവും. സ്ക്രിപ്റ്റ് അവിടെ എന്താ എന്ത് ചെയ്യുമ്പോ വന്ന് സ്ക്രിപ്റ്റ് എന്ന് പറയും. ഇതെല്ലാം സ്ക്രിപ്റ്റ് ആയിട്ട് എന്താ കാര്യം, ഇതെന്താണത്? ഫ്ലാഷ് ബാക്ക് ശരിയായ പൊട്ട. അതായത് ശരിക്കും ഒരു പൊട്ടന്റെ ലുക്ക് ഉണ്ട് കേട്ടത്. ഇവനാണ് തലേന്ന് ഇത് ഊരിയത്. തലേന്ന് കുട്ടി പിടിച്ച് ഊരിട്ട് അന്നെ പിടിച്ച് വലിച്ച ഒരു ഫോട്ടോ വന്ന ഒരു ഫോട്ടോ എടുക്ക. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോ ഇത് ആരാന്ന് നമ്മളെ സീനത്തമ്മന്റെ മോനാറ്റ. അങ്ങനെ ഞാൻ വെച്ചാൽ എന്റെ ആരോ ആന്ന് ബാക്കിൽ നിന്ന് പിടിച്ച് വലിക്കുന്നടാ. പൊട്ട ശരിയായ പൊട്ട ഇതാ അടിക്കുന്ന. ഞാനും മൊണ്ണ, നീ ഒരു മൊണ്ണ. ഇതൊന്നല്ല, ക്യാമറ ഓൺ ആയിക്കൊണ്ടാണ്. അല്ലെങ്കിൽ അച്ഛനുണ്ടല്ലോ ഇങ്ങനൊന്നല്ല, പിടിച്ച് കോളറ പിടിച്ച് വലിച്ച് മുട്ടയിൽ അയച്ചിട്ട് കൊണ്ടുവരും. അച്ഛൻ്റെ ശരിക്കുള്ള ഇത് അറിയട്ടാ. എന്തോ ഭാഗ്യത്തിലോ രക്ഷപ്പെട്ടെന്ന് ചോദിച്ചാൽ മതി. എന്താ ചെക്കന്റെ പേര് ഞാൻ മറന്നുപോയി. ഉസ്പേത്തനവർക്ക് ഉമ്മണ്ണും കടുപ്പേത്തനവർക്കിട്ട് കമ്മിണിരുന്ന വിജയ് ഫാൻ മറ്റേ ഉസ്പേത്തനവർക്ക് ഉമ്മണ്ണും കടുപ്പേത്തനവർക്കിട്ട് കമ്മിണിരുന്ന വാഴക്ക ജമ്മെന്ന് പോവാ. ഓ ശരിയായ മാസ്. നനച്ച വണ്ടി കയറിയിട്ട് അതല്ല, സോറി, നനച്ച വണ്ടി അങ്ങനെ നനച്ച അതൊന്ന് കറക്റ്റ് കേട്ടിട്ടത്. നമ്മ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോ നനച്ച വണ്ടി കയറിയ നനച്ചണ്ടി നനച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാ കൂടുതൽ കച്ചവടം കിട്ടും. അതാണ് പറഞ്ഞു വരുന്നത്. ചങ്ങായിനെ കളിയാക്കണ്ട, ചങ്ങായിക്ക് ചെറുങ്ങനെ തെറ്റിപ്പോയതേ ഉള്ളൂ. കൂടുതലും റെയിൽവേ സ്റ്റേഷനിലാണ് ചങ്ങായി ജീവിക്കുന്നത്, മനസ്സിലായി. കൂടുതൽ മീൻസ് അധികം ദിവസത്തിൽ കൂടുതൽ ടൈമും റെയിൽവേ സ്റ്റേഷനിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയി യാത്ര ചെയ്യേണ്ട ഒരു വിജയണ്ണന്റെ കൂടെ ഷൂട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനെ കുറിച്ചാണ് പറയുന്നത്. അതാ സംഭവം നമ്മൾ തെറ്റിദ്ധരിച്ചത്. നനച്ച വണ്ടി അതന്നെ പറ. നനച്ച കുണ്ടി നനച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നിന്നാ നന്നായിട്ട് കച്ചവടം കിട്ടും. അങ്ങനെ നമ്മ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോ നനച്ച വണ്ടി കയറിയ നമ്മ നനച്ചിടത്തൊക്കെ പോക മുടിയാതെ ആണ്. അതുക്ക് ഒരു ട്രെയിൻ വരും, അതുക്ക് ഒരു നേരം ഇருக்கு. അന്ന് അപ്പതാ ട്രെയിൻ വരുമ്പില്ല. ആ ട്രെയിൻ വരുമ്പോ നനച്ച വണ്ടി കൊണ്ടുപോയിട്ട് റെയിൽ പാളത്തിന്റെ മുകളിലങ്ങ് വെക്കുക, എന്നിട്ട് ട്രെയിൻ പോയിക്കോട്ടെ. അതെങ്ങനെ ഉണ്ട്? അപ്പൊ പിന്നെ ചുണ്ണിക്കണ്ണെന്നാവും പേര് അല്ലെ. നമ്മ പോക മുടിയും. കിരീടത്തേക്ക് എവിടെ വേണേ അടുത്ത ഒന്നൂടെ നമ്മ പോക മുടിയും. கிரீடத்துக்கு எவ்வளவு வேணும் கனவு இருக்கலாம். ஆனா தலை
കിരീടத்துக்கு എவ்வளவு വേണേ കണവ് இருக்கலாம் ஆனா நம்ம தலைக்கு கனவு இருக்க கூடாது. ഓ തലക്ക് കനമുണ്ടാൻ പറ്റാതെ ഏതാ മാസം ഡയലോഗല്ല ഈ സംഭവം ചങ്ങായി പാവാണ് കേട്ടോ. ശരിക്കും വന്ന് ആലോചിച്ച് നോക്കിയ ചങ്ങായി കുറച്ച് ഇന്നസെന്റ് ആണ് ആള്. ഈ ഇന്റർവ്യൂ ചെയ്യുന്ന തെണ്ടികളുണ്ടല്ലോ ഇവര് ഇയാളെ പിടിച്ചിരുത്തിട്ട് കോമാളി ആക്കുന്ന സംഭവം 100% ഒത്ത ചങ്ങായി സംഭവം. ചങ്ങായിന്റെ വേറെ ഏതോ ഞാൻ വീഡിയോ കണ്ടില്ല. ആള് കുറച്ച് പാവാണ്, ഇന്നസെന്റ് ആണ്, മനസ്സിലാ. ഈ ഇന്റർവ്യൂക്കാരും അവരെല്ലാം കൊണ്ട് ക്യാമറയുടെ മുന്നിൽ കൊണ്ട് ഇരുത്തിയിട്ട് കോമാളിത്തരം കാണിപ്പിക്കുന്നതാ പാവം. കാര്യം പറയലോ ഇവള് പറയിപ്പിക്കുന്നതാ. നോക്കിയാ കേടാ പറയൂ ഫസ്റ്റ് ഇട്ട് പറയുന്നോട്ട് പറയിപ്പിക്കുന്നതാ. എவ்வளவு இருக்க கூடாது. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് നമ്മ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോ நினைச்ச வண்டி கறியா நம்ம நினைச்ச இடத்துக்கு போக முடியாது. ஆனா அதுக்கு ஒரு ட்ரெயின் வரும், அதுக்கு ஒரு நேரம் இருக்கு. அப்பதான் அந்த இடத்துக்கு நம்ம போக முடியும். கிரீடத்துக்கு எவ்வளவு வேணே கனவு இருக்கலாம். ഇത് ഡബിൾ എഡിറ്റ് ചെയ്ത ആളെ പേരൊന്നും കാണുന്നില്ല. എന്തായാലും ബിഗ് ഷൗട്ട് ഔട്ട് പറ. ശരിയായ സാധനം ഇങ്ങനത്തെ സാധനങ്ങൾ കൂടുതൽ ഇട്ടാ ഡിസ്കൗണ്ട്. അത് ഡബിൾ ക്ലിപ്പ്. അനക്കെന്തോ സാധനം കിട്ടിയെന്ന് പറഞ്ഞല്ലോ തൊപ്പിന്റെ. അത് സ്റ്റേഡിയത്തില് അന്ന് വന്നത് ഫുട്ബോൾ കളിക്കാൻ വന്നത്. നോട്ടെ സാധനം നോട്ടെ. ഇതെന്ന് വെച്ചാ എന്റെ കൊല്ലിൽ വെച്ചോക്ക് തൊപ്പി മാല ഊരി കൊടുക്കുന്നതാണ്. അയ്യോ പടച്ചോനെ മാല രുചിയെ മാല രുചി ഇവനാണ് ആ മാല കിട്ടിയാട്ടോ മഞ്ചേരി. എന്താ പേര്? എന്റെ പേര് ഞാൻ മറന്നത്. Whoever it is, brother, I love you, brother. I love you so much. ബെസ്റ്റിയെ പറ്റി ഒരു തെറിപ്പാട്ടാണ് പറഞ്ഞ. പരമാവധി വോളിയം കുറച്ച് വെച്ച് കേട്ടാ മതി. പട്ടിപ്പിരിയാടി പൊറുപ്പിരിയാടി പട്ടിപ്പിരിയാടി പൊറുപ്പിരിയാടി പട്ടിപ്പിരിയാടി പൊറുപ്പിരിയാടി പട്ടിപ്പിരിയാടി പൊറുപ്പിരിയാടി തന്തയില്ല തായള്ളിക്കൊണ്ട ചിമോനെ പെലടി തന്തയില്ല തായള്ളിക്കൊണ്ട ചിമോനെ പൂറിമോനെ തന്തയില്ല തായള്ളിക്കൊണ്ട ചിമോനെ കുത്തിച്ചി തന്തയില്ല തായള്ളിക്കൊണ്ട ചിമോനെ പൂറിമോളെ. ചിരിക്കുന്നാവും പറഞ്ഞിട്ട് മാസായി അണ്ണൻ മാസായി. ഇതൊരു സംഭവം എന്താ അറിയോ? ഇത് കൂടുതൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഇറക്കുന്ന CBSE വാണങ്ങളാണ്. നമ്മൾ വിചാരിക്കും മറ്റേ നമ്മളങ്ങനെ ഇവരില്ലേ നേരെ റിവേഴ്സ് സാധനമാണ്. ഇവരെ മൈൻഡില് ഞാൻ പാൽക്കുപ്പി അല്ലാന്ന് ആൾക്കാർ അറിയിക്കണം. അതിന് വേണ്ടിട്ട് വലിയ തെറിയെല്ലാം പറഞ്ഞിട്ട് എന്നിട്ട് മാസം ഇവര് വിചാരം 2 തെറി പറഞ്ഞാൽ വലിയ മാസായി എന്നാണ്. ഇതിലാണ് ഈ പവറിലാണ് ഇവർ മുന്നോട്ട് ജീവിക്കുന്നത്. ഇവര് വിചാരം ഇവര് സംഭവം ശരിക്കും ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവൻ പാൽക്കുപ്പിയാണ്. ഇവനെ കണ്ടറിയാം. ഇവ ശരിയായ ഇച്ചിമുള്ളി LKG വാണാണ് ഇവൻ, മനസ്സിലാ. ഇവ ഫുൾ CBSE മാത്രം പഠിച്ചിറങ്ങിയത്. എന്നിട്ട് 2 തെറി പറഞ്ഞ ഫുള്ള് വലിയ മാസമായി. ഞാൻ പാൽക്കുപ്പിയാന്നുള്ള ആൾക്കാർ അറിയില്ല. ഞാൻ കുറച്ച് മാസമായി കളയാ. ഇതാണ് ഇവന്റെ ഉള്ളിൽ. കുണ്ടച്ചിമോനെ പൂറിമോളെ വലിയ വീടതാ, വലിയ വീട് ഉണ്ടപ്പുട്ട്. കിഷോർ ആർട്സ് അത് ശരിക്കുള്ളതാ? ഓട്ടാ വളവുണ്ട് പ്രിന്റ് അല്ല വരച്ച. ഓ ഡബ്ല്യൂ നൈസ്. എന്തായാലും പേരെന്തായാലും കിഷോർ ആർട്സ്. പക്ഷെ ഇത് വരക്കുന്ന കാണിക്കുന്നില്ലല്ലോ. ഒരു മിനിറ്റ് മനസ്സിലാവണേ. ഇതാണ്ട് ഇതിപ്പോ വളവുണ്ട്. ഇവൻ വരച്ച തന്നെയാണ് സംഭവം. അടുത്ത് എന്താടാ എല്ലാരും മഞ്ഞ ഇടുന്നടാ, മഞ്ഞ ഹാർട്ട് ഇടുന്നത്. കിഷോർ ആർട്സ് റിയാക്ഷൻ പ്രതീക്ഷിക്കണ്ട. ഞാൻ പറഞ്ഞല്ല ഇനി ഇങ്ങനെയുള്ള വാണങ്ങളെ ഞാൻ റിയാക്ട് ചെയ്യൂല. ഞാൻ എല്ലാം കാണുന്നുണ്ട്, ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട്. റിയാക്ഷൻ പ്രതീക്ഷിക്കണ്ട. ഇവന്റെ ഞാൻ തന്തക്കും തള്ളക്കും വിളിച്ചിട്ട് ഞാൻ ട്രിഗർ ആയിട്ട് ഇവർക്ക് എന്നെ മനസ്സിലായിട്ടില്ല. സംഭവം എന്താ അറിയോ? ഇവനെല്ലാം നൈസായിട്ട് ഇതിലും നല്ല തീട്ടം വിറ്റ് ജീവിക്കടാ. ഇവന്റെ ഞാൻ തള്ളക്ക് വിളിച്ചാൽ ഞാൻ സാധാരണ അങ്ങനെ ആണല്ലോ. ഒരാൾ ഉമ്മാക്ക് വിളിച്ചാലാന്നല്ലോ ഒരാൾ പെട്ടെന്ന് ട്രിഗർ ആ. അപ്പൊ ഉമ്മാക്ക് വിളിച്ചാൽ ഞാൻ പെട്ടെന്ന് ട്രിഗർ ആയിട്ട് അങ്ങനെയോ എന്നാ പിന്നെ റിയാക്ട് ചെയ്തിട്ട് ബാക്കി കാര്യം അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങൂന്നാ വിചാരിച്ചത്. ഈ കുച്ചുക്കൂട്ടനും മച്ചുക്കൂട്ടനാലും ഇറങ്ങിയിട്ടുണ്ട്. അല്ല കുഞ്ഞു കൊടുത്തിട്ടാരും ജീവിക്കണം. മയില് അല്ല ഇറങ്ങീന്. എനിക്ക് വാക്കുകളില്ല ഏതിനെ കുറിച്ചാ? കിഷ്കിന്റെ പ്രൈസ് ചെയ്യാനായിട്ട് ബ്രില്യന്റ് മുത്ത കിഷ്കിന്റെ കുണ്ടി അതെന്തായാലും കാണണം കേട്ടോ. അത് കിടിലം. കുറെ ആള് നല്ല പറയുന്നടാ ഈ പടത്തിനെ കുറിച്ച്.
It is just too freaking good. Script, performance. വിജയരാഘവൻ, ആസിഫ് അലി, വിജയരാഘവൻ, അപർണ ബാലമുരളി, ജഗദീഷ് ഏട്ടൻ. POV, you felt a tad bit Tamburaati today. Tamburaatiya? പൂവമ്പന്റെ ഒളച്ചു വച്ചൊരു കരിമ്പൂവിലത്തെ പടക്കലവാളെടുത്തു വിശലനൊരതും ഒരുക്കും പൂവാക്കും അല്ലിമലക്കുളക്കടവിലയാലുതി പെണ്ണുങ്ങൾ കണ്ണു പിടിക്കും നട്ടു നടപ്പത്തവർ നമ്മളെ കേട്ടു നടപ്പാക്കും. ഒരു തമ്പുരാട്ടി ലുക്ക് ഉണ്ടല്ലേ? എന്തെല്ലാം പാടിയിട്ടും മിണ്ടാതെ മിണ്ടിയിട്ടും മിണ്ടിയില്ല എന്നിട്ടും ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരുളി കണ്ണിനക്ക് പൂവരശുദ്ധ കണക്കനെ മുടിയഴിക്കും. നോക്ക് നോക്കൂല. പേര് പട്ടികളെ എന്തിനാണ് ഇതെങ്കിലും പേരൊന്നിച്ചിടറാ. പേരിടറാ. ഇത് മുകളിൽ എഴുതിയിട്ടുണ്ടാകണ്ടല്ലോ സാധാരണ. ഇതിന്റെ മുകളിൽ ഇങ്ങനെ പേര് എഴുതിയിട്ടുണ്ടാകുന്നുണ്ട്. ആരാന്ന് ഇവൻ ഇട്ടതാരാ? ഡോക്ടർ സ്ലീപ്പ്. പട്ടി ഒന്ന് പേരിടറാ. ഓ അതാ ഞാൻ ഒന്നും പറയുന്നില്ല. അണ്ണൻ ഫുള്ള് അതാണ് ഓനെ തന്നെ അടുത്ത് ഞാൻ അന്ന് റിയാക്ട് ചെയ്ത് എടുത്തിട്ട് ഓൻ ഇട്ടിട്ടുണ്ട്. എന്തെല്ലാം പറയുമെന്ന് പറയാൻ പറ്റില്ല. മാക്സിമം എല്ലാരും പിടിച്ചു വെക്കുക. എന്തെല്ലാം അണ്ണനെ എങ്ങനെയെല്ലാം പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. എപ്പൊ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പേരാ ബിന്ദുനണ്ണൻ ചലഞ്ചിങ് സ്റ്റാർ. അങ്ങനെ ടാലന്റ് ഉണ്ടോ ഞാൻ പറയുന്നത്. വിജയിന്റെ അടുത്ത പടത്തില് മിഥുനണ്ണനെ കേട്ടിട്ടില്ലെങ്കിൽ നമ്മളെ സ്വഭാവം മാറും. കാര്യം പറയാം. മിഥുനണ്ണൻ അത്രയും കഷ്ടപ്പെടുന്നുണ്ട് സിനിമയൊക്കെ. ഒന്നും പറയാത്തവൻ അടുത്ത വിജയ് പടത്തില് മിഥുനണ്ണനെ കേട്ടിട്ടില്ലെങ്കിൽ കളി മാറും. തൊപ്പി നീ മുത്തല്ല, നീ ചങ്കാണ്. എന്റെ മനസ്സറിഞ്ഞ് എനിക്ക് നടനാവണം, അതിനുള്ള സ്കില്ലുണ്ട്. പിന്നെ അതും വിജയ് എന്ന പടത്തിൽ ഞാൻ അഭിനയിക്കണം എന്ന്. തൊപ്പി നീ പ്രശ്നത്തിനൊന്നും പോണ്ട. വിജയണ്ണന്റെ പടത്തിൽ ഞാൻ അഭിനയിച്ചിരിക്കുക. അടുത്ത വിജയണ്ണന്റെ പടത്തിൽ ഞാൻ അഭിനയിച്ചിരിക്കും. നീ മുത്തല്ല, നീ ചങ്കാണ്. എന്റെ മനസ്സറിഞ്ഞ് മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. അപ്പൊ ഇവൻ ശരിക്കും എനിക്ക് നടനാവണം, അതിനുള്ള സ്കില്ലുണ്ട്. പിന്നെ അതും വിജയ് എന്ന പടത്തിൽ ഞാൻ അഭിനയിക്കണം എന്ന്. തൊപ്പി നീ പ്രശ്നത്തിനൊന്നും പോണ്ട. അച്ചാറ് തൂറിനോട് ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ ഊക്കിയതാണെന്ന്. വിജയണ്ണന്റെ പടത്തിൽ ഞാൻ അഭിനയിച്ചിരിക്കുക. അടുത്ത വിജയണ്ണന്റെ പടത്തിൽ ഞാൻ അഭിനയിച്ചിരിക്കും. ഹീറോ മിഥുനണ്ണൻ ചലഞ്ചിങ് സ്റ്റാർ. വെറുതെ കിട്ടുന്ന പേരല്ല. മിഥുനണ്ണൻ ചലഞ്ചിങ് ജനങ്ങൾ തന്ന പേരാ. ജനങ്ങൾ നിനക്ക് അടിയല്ലാണ്ട് വേറൊന്നും തന്നിട്ടില്ല ജീവിതത്തില്. ഞാൻ ആദ്യം മനസ്സിലാക്കേണ്ടത് ജനങ്ങള് നിന്നെ ലവ് യു തൊപ്പി. ലവ് യു ബ്രോ. ഇനി ഇവന്റെ ഇടണ്ടാന്ന് തോന്നട്ടെ. അപ്പൊ ഇവന് അതിനുള്ള ഊക്കല് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ലേ? അപ്പൊ ഇവൻ നമുക്ക് മനസ്സിലാവുന്നില്ല ഇവന്റെ എന്താന്ന്. ഇവൻ മുട്ട ഇട്ടാന്ന് തോന്നില്ല ഇത്. എനിക്കൊന്നും വിജയ് മുട്ട ഇട്ടാന്നടാ. എന്തോ പുഴുങ്ങി വെച്ച പോലെ ഉണ്ടല്ലോ. എന്തോ താറാമുട്ട പുഴുങ്ങി വെച്ച പോലെ ഇല്ലേ? അല്ലെങ്കിൽ തന്നെ മുടി ഉള്ളപ്പോ തന്നെ ഇവനെ കാണാൻ ഒരു ഐഡിയ ലുക്കാണ്. ഇപ്പൊ മുടിയും കൂടി കളഞ്ഞിട്ട് ശരിയായ ഇതൊന്നും KBFC മഞ്ഞ ഫുള്ള് നമ്മുടെ മഞ്ഞമയം. ഇതെന്ത് സംഭവം? എന്ത് ചാറ്റ് മൊത്തം മഞ്ഞ. അതിന് കളി ISL തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കപ്പൊന്നും എടുത്തിട്ടില്ലല്ലോ. ഇങ്ങനത്തെ ഇതെനിക്ക് മനസ്സിലാവില്ല. KBFC ഹൈലൈറ്റ്സ് എന്ത് സംഭവം?